മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറിക് എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു ഹൊറർ സിനിമയാണ്. ആ ഒരു സിനിമയുടെ നായകൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഹേമന്ത് ആണുള്ളത്. നമുക്ക് ഹേമന്തിനെ സ്വാഗതം ചെയ്യാം. ഹേമന്ത്, വെൽക്കം. അപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് എറിക്കാണ് റിലീസ് ആവാൻ പോവുകയാണ് അല്ലേ? നമ്മൾ അതിന്റെ ട്രെയിലറൊക്കെ കണ്ടിരുന്നു. ഒരു ഹൊറർ മോഡലുള്ള സിനിമയാണ്. ശങ്കർ സാർ ഡയറക്ട് ചെയ്യുന്നു. ലണ്ടനിൽ ഒരു 90% ലണ്ടനിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ. എന്താണ് അതിന്റെ എറിക്കിന്റെ ക്യാരക്ടർ എന്താണ്? ഹേമന്തിന്റെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ ആക്ച്വലി ഞാൻ ഇപ്പോൾ കുറച്ച് മൂവ്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം കൊണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടറാണ് ഡെഫിനറ്റ്ലി. അതായത് ഒരുപാട് ഇമോഷണൽ വേരിയേഷൻസ് ഇപ്പോൾ ക്യാരക്ടറുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, എല്ലാ ആസ്പെക്ട്സും കടന്നു പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ സാറിന് കഥ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച സാറ് ശങ്കർ സാർ പടം ചെയ്യുമ്പോൾ ഒരു ഫാമിലി മൂവി ഒക്കെ ആയിരിക്കും. സാറിൻ്റെ ഫാമിലി മാൻ ആണോ, ലൈക്ക് അങ്ങനെ ഇമേജിലുള്ള ആളാണല്ലോ. അപ്പോൾ സാറ് കഥ പറഞ്ഞപ്പോൾ നേരെ എക്സ്ട്രീമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം ഒരു ഹൊറർ ജോണർ പടമാണ്. എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിനകത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് ലാസ്റ്റ് വരെ മനസ്സിലാക്കാൻ പറ്റില്ല. പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള അവസാനം വരെ ഇങ്ങനെ ഒരു വേരിയേഷൻ ഇങ്ങനെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ വളരെ സട്ടിലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ക്യാരക്ടറാണ്. ഒരുപാട് നമുക്ക് ലൗഡ് ആവാൻ പറ്റില്ല, എന്നാൽ സാധനം കൺവേ ആവാൻ വേണം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിരുന്നു. ഞാൻ ചെയ്തതും എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിപ്പോൾ ഇതുവരെ കണ്ടവരൊക്കെ. അപ്പോൾ അത് വളരെ ഹാപ്പി പോകുന്നു. ഇപ്പോൾ ശങ്കർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ സാർ കൊണ്ടുവന്നതാണ്, ഹേമന്തിനെ ഫാസിൽ സാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ, അതോ സാറിനായിട്ട് ആദ്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ സാറ് പ്രൊഡ്യൂസ് ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു, ഒരു ഓഫ് ബീറ്റ് മൂവിയിൽ, എഴുത്തോല എന്ന് പറഞ്ഞിട്ട്. എഴുത്തോല, യെസ് യെസ്. അത് ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ ഭയങ്കര അഭിപ്രായം അഭിനയിച്ചിരുന്നു. അതിലെ സാർ അതിനെ പ്രൊഡ്യൂസ് ചെയ്തു. സാർ അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഒരു ചെറിയ വളരെ ചെറിയ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ പരിചയമുണ്ട്. സാറൊക്കെ അല്ലാതെ അറിയാം, ഞങ്ങൾ ഇൻ ടച്ച് ആണ്. അപ്പൊ അങ്ങനെ ഇതിലേക്ക് വന്നതിൽ അതിന്റെ പ്രൊഡ്യൂസർ റോണി എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഒരു ടീമിലാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ കോ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ക്യാരക്ടർ സാർ എന്നെ വിളിച്ചു. അപ്പൊ ഞാനും കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ഹൊററാണ്, പക്ഷെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മളെല്ലാം ഈ ഭയങ്കര ഒരു പോസിറ്റീവ് ഇമേജ് മാത്രം ചെയ്യുന്നേക്കാളും കുറച്ച് നെഗറ്റീവ് എലിമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറേ ഉണ്ടാവും. ചാലഞ്ചിങ് ആണ്. ഇത് കാണുമ്പോൾ, പടം കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര വിഷ്വലി ഭയങ്കര എൻഗേജിംഗ് ആണ് സാധനം. ട്രെയിലർ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഒരുപാട് നിഗൂഢതകളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്റെ ക്യാരക്ടറിനും അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, പിന്നെ പെർഫോം ചെയ്യാനുണ്ട്. ഇപ്പോ ഹേമന്തിനാണെങ്കിൽ ഇപ്പോൾ 2010 അല്ലെ ലിവിംഗ് ടോട്ടൽ റിലീസ് ആവുന്നത്. 11 ആ ഒരു ടൈമിൽ. ഇപ്പൊ എത്ര 15 വർഷമൊക്കെ 16 വർഷമായി. കുറെ കഴിഞ്ഞ് കുറെ സിനിമകൾ റൊമാന്റിക് ഹീറോ ആയിട്ട് അത് ഫ്ലോയിൽ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയത്. ഈ പറഞ്ഞ പോലെ തുടക്കമൊക്കെ നമ്മളൊരു തുടക്കക്കാരനാവുമ്പോൾ കിട്ടുന്ന റോളുകൾ ചെയ്യുക, അതിൽ നല്ലത് ചെയ്യുക. നമ്മൾ കൂടുതൽ തുടക്കക്കാരനാണല്ലോ. അന്ന് അങ്ങനെയാണ് ആ ഒരു ഫ്ലോയില് നല്ല സിനിമകളുടെ ഭാഗമായി. ഈ പറഞ്ഞ ഡോക്ടർ ലവ് ഉണ്ട്, ചട്ടക്കാരി ഉണ്ട്, എല്ലാ വലിയ സിനിമകൾ. പക്ഷെ ഇടയ്ക്ക് ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന പോലെ പോയി. അപ്പൊ ആ തുടക്കം അങ്ങനെയായിരുന്നു, വരുന്നതൊക്കെ ചെയ്യായിരുന്നു അങ്ങോട്ട്. ഞാൻ സിനിമയിലേക്ക് വരുന്നത് വളരെ ആകസ്മികമായിട്ടാണ്, വളരെ ആക്സിഡന്റ് വന്ന ആളാണ്. അപ്പൊ അവിടെ എനിക്കാണെങ്കിൽ ഒരു സിനിമ ചൂസ് ചെയ്യുക, നല്ലത് ചെയ്യാം, മോശം ചെയ്യാം, അങ്ങനെ എനിക്ക് അറിയില്ല. കാരണം എനിക്കാണെങ്കിൽ ഗോഡ് ഫാദറോ അങ്ങനെ ഒരു ബാക്കപ്പോ ഒരു സിനിമ എക്സ്പീരിയൻസ് ഒന്നും ആൾക്കാരൊന്നും എനിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ നല്ല സിനിമകൾ വരുമ്പോൾ എന്റെ ക്യാരക്ടർ നോക്കും. ക്യാരക്ടർ നല്ലതാണോ, നമുക്ക് കുറച്ചൊക്കെ ചെയ്യാനുണ്ടോ എന്നല്ലാതെ ഒരുപാട് സിനിമയെ അങ്ങനെ എനിക്ക് ആക്ച്വലി അറിയില്ല. വെരി ഫ്രൈ. ഞാനന്ന് വളരെ യങ് ആയിരുന്നു. എനിക്ക് അറൗണ്ട് 20 ആ സമയത്ത്. അപ്പൊ അത്രയും 15 വർഷം മുമ്പ് അത്രയും എനിക്ക് പ്രായം. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഒരു സമയം എടുത്തു. അപ്പൊ അത് കാരണം എനിക്ക് ആദ്യമൊക്കെ നമ്മൾ നല്ല സിനിമ, നല്ല ടീമാണെന്ന് നോക്കും, നല്ല കഥയാണെന്ന് നോക്കും, ബാക്കി ആർട്ടിസ്റ്റുകൾ നോക്കും. അങ്ങനെ ഒരു പരിധി വരെ നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈപ്പ് കഷ്ടപ്പെട്ടിരുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതൊക്കെ. ഇപ്പൊ ഞാൻ ഗ്രാജുവലി കുറച്ച് സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, ആക്ടിങ് കുറെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിന്റെ അഭിപ്രായം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ എഫേർട്ടിനോട് ഭാഗമായിട്ട് എനിക്കിപ്പോൾ നമ്മുടെ സിനിമയെ സീരിയസ് ആയി കാണുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് പ്രിഫറൻസ് ശ്രമിക്കുന്നുണ്ട്.